വെരി നൈസ് ബ്രൈറ്റ് ഡേ. ഇത്തിരി തണുപ്പുണ്ട് കേട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ടു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ? നമ്മളൊക്കെ ഇവിടെ സുഖമായിരിക്കണോ. ദ ഓൺലി സങ്കടം, വൺ ലിറ്റിൽ ബിറ്റ് സങ്കടം ഉണ്ട്. വിച്ച് ഇസ് ലൈക്ക് അമ്മ അപ്പോൾ ഇത്രയും നാളായിട്ട് നിങ്ങളൊക്കെ കാണുന്നതാണല്ലോ വീഡിയോസിലൊക്കെ. അവിടെ സിഡ്നിയിലുണ്ട്. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന കുറേ പേരെ കാണാറുണ്ട്. ആൻഡ് അവർക്കും അമ്മേനെയൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്, വീഡിയോസൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് റിയലി നൈസ് ടു ഹിയർ. അമ്മ ഫൈനലി ഒരു 6 months ഇവിടെ താമസിച്ചിട്ട് ഇപ്പോൾ നീ റിട്ടേൺ ചെയ്യാൻ പോവാണ്, നാട്ടിലേക്ക് തിരിച്ച് പോകാൻ പോവാണ്. വിസ കഴിയാറായി. അപ്പോൾ ഷീ ഈസ് റിട്ടേണിങ് ബാക്ക്. ബട്ട് യു നോ, യു ഹാവ് ടു ടേക്ക് ദ പോസിറ്റീവ് ഔട്ട് ഓഫ് ഇറ്റ്. ഇത്രയും ടൈം കിട്ടി നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ. 6 months ഒക്കെ അവിടെ നിൽക്കാൻ പറ്റി. അപ്പോൾ തണുപ്പ് കുറച്ച് തുടങ്ങണു. ആൻഡ് ദാറ്റ് ഈസ് എ ബിറ്റ് ഡിഫിക്കൾട്ട് ഫോർ ഹെർ. അപ്പോൾ പക്ഷെ ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയല്ലോ എന്ന് നമുക്ക് വിചാരിച്ച് സമാധാനിക്കാം. ആൻഡ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തണുപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് വിചാരിക്കാം. ആൻഡ് നമ്മൾ പോകാൻ ഇനിയും ഒരു 1 week ഉണ്ട് അമ്മയ്ക്ക്. ആൻഡ് അപ്പ് അൺടിൽ ദെൻ നമുക്ക് സന്തോഷിച്ച് പറ്റുന്ന അത്രയും ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടാക്കുക, അതെല്ലാം ഒരു നല്ല കാര്യം. സോ ദാറ്റ് ഈസ് എ എയിം. അങ്ങനെ ഇന്ന് നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യണ ഒരു ട്രിപ്പാണ്. ഒന്ന് വോളോങ്കോങ് ഒക്കെ ഒന്ന് പോകണം എന്നുള്ളത്. വോളോങ്കോങ് നമ്മുടെ ഭയങ്കര പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഓഫ് കോഴ്സ് സിഡ്നിയിലും ഓസ്ട്രേലിയയിലുള്ളവർക്കൊക്കെ വലിയ കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. വോളോങ്കോങ് ഇസ് എ വെരി വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. കുറച്ച് തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വാം ക്ലോത്ത്സ് ഒക്കെ എടുത്തിട്ടുണ്ട് കയ്യിൽ. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. സുണിൽ പഠിച്ച സ്ഥലമാണ്, യൂണിവേഴ്സിറ്റി ഓഫ് വോളോങ്കോങ്ങിൽ പഠിച്ച സ്ഥലമാണ്. അപ്പോൾ ഫോർ ഹിം ഇറ്റ്സ് ലൈക്ക് ഗോയിങ് ബാക്ക് ഹോം മാതിരി. എനിക്കും വലിയ ഇഷ്ടമുള്ള സ്ഥലമാണ്. അമ്മയ്ക്ക് ഒരിക്കലും അത് കാണണം ഇത് കാണാമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, അത്രയും കാലം ഇവിടെ ഉണ്ടായിട്ടും. ദിസ് ഈസ് ദ ഓൺലി തിങ് ഷീ സെഡ്. എനിക്ക് വോളോങ്കോങ് ഒന്ന് പോയണം ഒന്നും കൂടെ. ബിക്കോസ് ലാസ്റ്റ് ടൈം പോയപ്പോഴും എനിക്ക് വോളോങ്കോങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഓരോ ആഴ്ചയും എന്തെങ്കിലുമൊക്കെ കാരണം നമുക്ക് വോളോങ്കോങ് പോകാൻ പറ്റിയിട്ടില്ല. ഈ ആഴ്ച എന്തായാലും പോകണം. ബിക്കോസ് നെക്സ്റ്റ് വീക്കെൻഡ് അപ്പോൾ പോവാണ്. ഇന്നിപ്പോൾ ഒരു സൺഡേ ആണ്. അപ്പോൾ ടൈമൊക്കെ മാറിയിരിക്കുന്നു. ഡേ ലൈറ്റ് സേവിങ്സിൻ്റെ മാറ്റമൊക്കെ വന്നു. പിള്ളേരെയൊക്കെ ഒന്ന് റെഡിയാക്കി വേഗം പോകണം എന്നാണ് പ്ലാൻ. സാനുമൊക്കെ റെഡിയാണ്. സാഷു ഇപ്പോഴും ഉറങ്ങാനാ, പൊക്കി എടുത്തിട്ട് വേണം പോകാൻ കേട്ടോ. അപ്പോൾ ഐ ജസ്റ്റ് വോണ്ട് ടു സേ വൺസ് അഗൈൻ, നമ്മുടെ ഉള്ള ടൈമിൽ എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു വെരി മച്ച്. ഇറ്റ് റിയലി മീൻസ് എ ലോട്ട്. നമ്മൾ എവിടെ പോകുമ്പോഴും ആരെങ്കിലുമൊക്കെ ഒന്ന് സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് അവരുടെ ഒപ്പീനിയൻ പറയുന്നതും അവരുടെ സ്നേഹം അറിയിക്കുന്നതൊക്കെ സച്ച് എ നൈസ് തിങ് യു നോ. അപ്പോൾ പ്ലീസ് കീപ് സപ്പോർട്ടിങ് മൈ ചാനൽ ആസ് വെൽ. ബട്ട് ഇന്നിപ്പോൾ തൽക്കാലം നമുക്ക് വോളോങ്കോങ്ങിലേക്ക് ഇറങ്ങാം. കുറേ വിശേഷങ്ങളും കാഴ്ചകളും പറ്റണ അത്രയൊക്കെ ഒന്ന് കവർ ചെയ്യണമെന്നുണ്ട്. സോ വൺസ് അഗൈൻ വെൽക്കം ടു സിഡ്നി മലയാളി. പ്ലീസ് കീപ് വാച്ചിങ്. വീണ്ടും ഒരു യാത്രയാണ്. ഞാൻ എന്താ പിള്ളേരോടെ ബാക്കിലിരിക്കുന്നുണ്ട്. സാനു പാട്ടം കേട്ട് തുള്ളിച്ചാടി ഇരിക്കുന്നുണ്ട്. ചെറുതിന് ഇതാ ഭക്ഷണം ഓൺ ദ ഗോ ആണ് കേട്ടോ. അവളെയാണ് ലാസ്റ്റിൽ എണീപ്പിച്ച് വണ്ടിയിൽ അങ്ങോട്ട് കയറ്റിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് ഒരു 150 kilometers പ്ലസ് ഉണ്ട് നമുക്ക് വോളോങ്കോങ്ങിലേക്ക് എത്താൻ. നോട്ട് ടു ബാഡ് ഓഫ് എ ഡ്രൈവ്. മോട്ടോ വേ ഒക്കെ പിടിച്ച് പോയാൽ ഒരു 2 hours ഉള്ളിലൊക്കെ ഈസിലി എത്താവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക് കേട്ടോ. ഇറ്റ്സ് ഇൻഫാക്ട് ഈവൻ ലെസ്. റോഡിലൊന്നും വലിയ ട്രാഫിക് ഉണ്ടായില്ല. സൺഡേ നമ്മൾ മോർണിംഗ് ആണ് ഇറങ്ങിയത്. ആൻഡ് ടുഡേ സച്ച് എ ബ്യൂട്ടിഫുൾ ഓട്ടം വെതർ കേട്ടോ. നല്ല ഭംഗിയുള്ള വെതറായിരുന്നു. വലിയ ചൂടില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം മഴ പെയ്യുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം ഒരു ചെറിയ മഴക്കാറ് കിട്ടി. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ് വാസ് ഓൾ ഗുഡ് കേട്ടോ. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ വെതർ ദ ഹോൾ ഡേ. അമ്മ എപ്പോഴും മുന്നിലാണ് കേട്ടോ ഞാൻ പിടിച്ചിരുത്താറ്. സോ അമ്മയ്ക്ക് കാഴ്ചകളൊക്കെ സുഖമായിട്ട് കാണാമല്ലോ. പ്ലസ് ആശുവിന് ഞാൻ ബാക്കിലുള്ളതാണ് കുറച്ചും കൂടി ഒരു സൗകര്യം. ആൻഡ് അവൾ ഓളിട്ടിട്ട് നമ്മുടെ ചെവിടെ നാശാവണേക്കാട്ടും നല്ലത് ഞാൻ പിറകെ തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ. അവൾക്ക് എന്തൊക്കെയാണ് സ്നാക്സ് വേണ്ടേ, ഡ്രിങ്ക്സ് വേണ്ടേ എന്നൊക്കെ അങ്ങനെ അപ്പം ഒരു വെയിറ്ററിനെ പോലെ ഞാനിങ്ങനെ അവിടെ സെർവ് ചെയ്യാറുണ്ട്. അതാ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കത് നേരെ ബീച്ചൊക്കെ കണ്ടു തുടങ്ങി. വിച്ച് മീൻസ് വി ആർ അപ്രോച്ചിങ് ദ കോസ്റ്റ്. വോളോങ്കോങ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. ഇവിടെ എവിടെ നോക്കിയാലും നല്ല സീനാണ് കേട്ടോ. നമ്മൾ ആദ്യം പോണത് കയാമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ ബ്ലോ ഹോൾ ഉണ്ട്. അതായത് റോക്സിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഇങ്ങനെ ബീച്ചിൽ നിന്ന് ഇങ്ങനെ ചീറ്റി മേളൊക്കെ തെറിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. വിച്ച് ഇസ് വേൾഡ് ഫേമസ്. ഇറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ഇൻ ദ വേൾഡ്. സോ വി ഗോണ സീ ദാറ്റ് ഫസ്റ്റ്. ബട്ട് ഈ പോണ വഴി തന്നെ നോക്കൂ, ബീച്ചും മലകളും കാരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും. അവിടെ രാവിലെ ബീച്ച് പോവുക, കോഫി കുടിക്കുക, അതിനുശേഷം കുറച്ച് ജോലിക്കൊക്കെ പോവുക. ആ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ ഡിഫറെൻ്റ് ആട്ടോ അങ്ങനത്തെ കോസ്റ്റൽ ടൗൺസിൽ. ആൻഡ് ഓസ്ട്രേലിയ ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ബീച്ചസ് ആൻഡ് ഇങ്ങനത്തെ കോസ്റ്റൽ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട് തന്നെ ഓസ്ട്രേലിയയിൽ മൈഗ്രേറ്റ് ചെയ്യണ എത്ര ആൾക്കാരുണ്ട് അറിയോ. എനിക്ക് തന്നെ അറിയണ കുറേ പേരുണ്ട്. നമ്മുടെ വേറെ കൺട്രീസിലുള്ള ബ്രാഞ്ചുകളിൽ നിന്നൊക്കെ എൻ്റെ ഓഫീസിലേക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങി വരുന്നത് ജസ്റ്റ് ഫോർ യു നോ ദ ലൈഫ് സ്റ്റൈൽ.
പീപ്പിൾ പ്രിഫർ ഇങ്ങനത്തെ ഒക്കെ ഒരു ലൈഫ് സ്റ്റൈൽ. എന്നും ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈലിൽ എനിക്ക് പറ്റുമെന്ന് ഐ ഡോണ്ട് നോ, ബട്ട് ഓരോരുത്തരുടെ പ്രിഫറൻസ് ഡിഫറെൻ്റ് അല്ല. അപ്പോൾ കുറേ പേർക്ക് ഇത് ഇഷ്ടമാണ്. ബട്ട് എപ്പോൾ വോളങ്ങോങ് വിസിറ്റ് ചെയ്താലും എനിക്കറിയാം, ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ഇറ്റ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. ഇറ്റ്സ് സോ ക്വയറ്റ് ആൻഡ് പീസ്ഫുൾ ദാറ്റ് നമുക്ക് ലൈഫ് തന്നെ ഒരു സന്തോഷം. ഓക്കെ ഗൈസ്, നമ്മൾ ഫൈനലി ഇവിടെ എത്തി. നല്ല പാടുപെട്ട് ഒരു പാർക്കിംഗ് കിട്ടാൻ കേട്ടോ. കുറേ കറങ്ങി നമ്മൾ, എന്നിട്ടാണ് ഒരു പാർക്കിംഗ് സ്പോട്ട് കിട്ടിയത്. വണ്ടി ഇവിടെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യട്ടെ. ഇതാണ് കേട്ടോ ബ്യൂട്ടിഫുൾ കയാമ. ഓസ്ട്രേലിയ വരുന്ന കുറേ പേര് വിസിറ്റ് ചെയ്യുന്ന സ്ഥലം തന്നെയാണ്. ഇറ്റ്സ് ജസ്റ്റ് അമേസിംഗ്ലി ബ്യൂട്ടിഫുൾ ഹിയർ. ഇതിൽ ഏറ്റവും വലിയൊരു സംഭവം കാണാനുള്ളത് ഇസ് ദ ബ്ലോ ഹോൾ. അതായത് ഈ റോക്സിൻ്റെ ഇടയിൽ കൂടെ വെള്ളം അങ്ങനെ തെറിച്ച് മേളിലേക്ക്, നമ്മൾ ചടിച്ചടി പോകുന്നുണ്ട്, അങ്ങനെ തെറിച്ച് മേളിലേക്ക് ഇങ്ങനെ വരും. അത് വേൾഡിലെ ലാർജസ്റ്റ് ആണ് കേട്ടോ ഈ ബ്ലോ ഹോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ അത് കാണാൻ ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്ഷൻ, അതുകൊണ്ട് ആൾക്കാർ നിറച്ച് വരും കേട്ടോ. ബാക്ക് ഇൻ 2018 ഞാൻ ലാസ്റ്റ് ടൈം ഇവിടെ വന്നത്. അതിനുശേഷം പിന്നെ ഞാൻ 2025 ഇപ്പോഴാണ് വരുന്നത്. അതിന് മുമ്പ് 2011 വന്നിട്ടുണ്ട്. ലുക്ക് ഹൗ ബ്യൂട്ടിഫുൾ ദിസ് ഈസ്. വാട്ടർ ഒക്കത്തേ കയറിയിരിക്കുന്നു. പ്രാമലോ ഒന്നിലിരിക്കണില്ല, എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന്. ഓക്കെ, കൊത്തിപ്പിടിച്ച് കയറിയിട്ടുണ്ട് കുരങ്ങൻ. അമ്മ ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ ആദ്യം ഇവിടെ ഒരു ഫേമസ് ലൈറ്റ് ഹൗസ് ഉണ്ട്. കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഭയങ്കര ഫേമസ് ആണ്. അവിടെയൊക്കെ ഒന്ന് പോയി കാണിച്ചു കൊടുക്കാം അമ്മയ്ക്ക്. അത് കഴിഞ്ഞിട്ട് വേണം ആ ബ്ലോ ഹോളിലേക്ക് പോകാനുണ്ടോ. എന്താ ബീച്ച് സൈഡിലൊക്കെ ഉണ്ടാവുന്ന വരെ മരാതെ കേട്ടോ. എന്തെൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഇഷ്ടംമാതിരി ഉണ്ടേനും ഓസ്ട്രേലിയയിൽ എല്ലാ ബീച്ച് സൈഡിൽ പോയാലും കാണാം കേട്ടോ. വെരി ബ്യൂട്ടിഫുൾ. ഇത് കഴിഞ്ഞാൽ അവിടെ ഇറ്റ്സ് ലൈക്ക് റിട്ടയർമെൻറ്റിനൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ. കുറേ പേര് ഇവിടെ റിട്ടയർമെൻറ്റ് ഹോംസൊക്കെ വാങ്ങിയിട്ട് താമസിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇവിടെ കുറേ ഹോളിഡേ റെൻറ്റൽസ് ഉണ്ട്, എയർബിഎൻബീസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെയുണ്ടോ അടിപൊളി. ഇതിൻ്റെ എന്തോ ഒരു സാധനം കേട്ടോ, ഈ കായാണ്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വീണുണ്ട് കുറേ കണ്ട് നടത്തൊക്കെ. ഓക്കെ, നമ്മുടെ വോക്കർ ജൂമിയാണ്. ഇവിടെ ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വിസിറ്റർ സെൻറ്റർ അങ്ങനത്തെ ഒക്കെ കുറേ ഉണ്ട്. ഒരു കുട്ടി കഫേ ഉണ്ട്, ബീച്ച് സൈഡ് വാട്ടർ, ബീച്ച് സൈഡ് കഫേ. വാട്ടർ കണ്ടപ്പോൾ ഞാൻ എന്താ പറയണേന്ന് പറഞ്ഞത്. എൻ്റെ നോക്കിയാൽ അവിടെ ഇവിടെ നിന്ന് വെച്ചാൽ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പക്ഷേ ഫോട്ടോയിലൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല തോന്നുന്നു, അത്രയും ബ്യൂട്ടിഫുൾ. എനിക്ക് ഇവിടെ ഫോട്ടോ എടുത്ത് വന്നിട്ടില്ല. ബട്ട് സോ മച്ച് ഫോർ അസ് ടു സീ. എന്നാലും നടന്നേ പറ്റൂ. നല്ല ഡേം ടോസി, നല്ല സണ്ണുണ്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. 23-24 degrees ഉള്ളൂ. സോ ഇറ്റ്സ് വെരി നൈസ്, വെരി ബ്യൂട്ടിഫുൾ ഓട്ടം ഡേ. കറക്റ്റ് ദിവസമാണ് അമ്മയ്ക്ക് വന്ന് കാണാൻ പറ്റിയത്. അമ്മ നല്ല വെതറുള്ള ദിവസമാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പുണ്ടാവും. ഇവിടെ കടലടുത്തല്ലേ, തണുപ്പ് അധികമാണ് സിഡ്നിക്കാട്ടും വോളങ്ങോങ്ങിൽ. അപ്പോൾ ശരിക്കും പാടുപെട്ടേനെ. ഇതിപ്പോൾ നല്ല കറക്റ്റ് ദിവസത്ത് വരാൻ പറ്റി. അവിടെ ഉണ്ട് കേട്ടോ, അവിടെയാണ് ആക്ച്വൽ ബ്ലോ ഹോൾ. ആ കണ്ണെടുക്കാം, അവിടെ പോവാം. അതല്ലാതെ ഇവിടെ കണ്ടുപോകണമെങ്കിൽ നല്ല ലുക്ക് ഔട്ട് പോയിന്റ് ഒക്കെ ഉണ്ട്. സാജിമ ലുക്ക് ബേഡീനുണ്ട് ഇവിടെ. എന്താ രസാ. അറ്റം വരെ പോവാട്ടോ. നല്ല ധൈര്യമുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ പോകണില്ല. അവിടെ ബസ്സിലൊക്കെ പോവാട്ടോ. റോക്കിൻ്റെ ഇടയിൽ ബസ് ഉണ്ടാവും. ഓക്കെ, ലെറ്റ്സ് കീപ് വാക്കിംഗ്. ഇവിടെ ഒരു ലുക്ക് ഔട്ട് പോയിന്റ് ഉണ്ട് കേട്ടോ. ഇതാണ് ആ ലൈറ്റ് ഹൗസ്. പക്ഷേ ഇതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ലുക്ക് ഔട്ട് പോയിന്റ് ഒക്കെ ഉണ്ട്. സോ ലെറ്റ്സ് ജസ്റ്റ് ഗോ ദേർ ആൻഡ് സീ അവിടെ നിന്ന് എന്താ കാഴ്ചയാണ്. പൊന്തി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബ്ലോ ഹോൾ ഉണ്ട്. അറ്റം വരെ പോവാൻ നമുക്ക്. ടൈഡും വെള്ളത്തിൻ്റെ ശക്തിക്ക് അനുസരിച്ചിട്ട് ഇപ്പം പൊന്തി വന്നു. നല്ല വേവ്സ് വന്നാൽ ഞങ്ങൾ പൊന്തി ഇങ്ങോട്ടേക്ക് വരും വെള്ളം. വെള്ളം വരും. Oh my god, Anada. Wait for it. ബൈക്കിംഗ് ആണ് കേട്ടോ. ഇവിടുന്ന് വരുമ്പോൾ ഇതാണ് ആ ഹോൾ സ്ഥലം. ഇങ്ങനെ ഒരു വൈഡ് ആംഗിളിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ കുറച്ച് അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. നല്ലൊരു ടൈഡ് വന്നപ്പോൾ കുറച്ച് നേരത്തെ ഒരു വലുത് പൊന്തി വന്നിരുന്നു. ഓക്കെ കൂടിയാണ് വരി. Like it, Chachu? Yeah. മോനെ വന്ന ചാച്ചുമോ?
നമുക്കിവിടെ നല്ല വാൻറ്റേജ് പോയിന്റിലോട്ടാണ് നിൽക്കണേ. ഈ തുമ്പത്ത് തന്നെയാണ് നിൽക്കണത്. അപ്പോൾ നല്ല ക്ലിയറായിട്ട് കാണാം. അങ്ങനെ ഹൈറ്റായിട്ട് വരാൻ വേണ്ടി കാത്തുകയാണ്. പിന്നെ ചീറ്റണ ശബ്ദം കേൾക്കാം, ബ്ലോ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ആ പ്രഷർ കുക്കറിൽ നിന്ന് നമ്മൾ വല്ല സാമ്പാർ വെച്ചിട്ട് ചീറ്റില്ലേ, ആ ശബ്ദമാണ് ഇങ്ങനെ കേൾക്കണത് കൂടെ വരുന്നത്. ഐ തിങ്ക് ഇതാണോ അപ്പുറത്താണോ അറിയില്ല. ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്. ബട്ട് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്. ഈ കയാമയിലുള്ള ബ്ലോക്ക് ഹോൾസ്. ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് വരുമ്പോൾ ഐ തിങ്ക് വാട്ട് വി ഹാവ് ടു റിമെമ്പർ ഇസ് സേഫ്റ്റിയുടെ കാര്യം മറക്കരുത്. കുറേ ഇഞ്ചുറീസും ഇൻഫാക്ട് ലോസ് ഓഫ് ലൈഫിനെയൊക്കെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. പറഞ്ഞു വന്നു വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഈ രാജ്യക്കാരല്ലല്ലോ ഒറിജിനലി. ഇവിടെ ജനിച്ച് വളർന്ന കുട്ടികൾക്ക് വേറെ, നമ്മളൊന്നും ഇവിടെ വളർന്നല്ല. അപ്പോൾ നമ്മുടെ നീന്താനുള്ള കഴിവ് വ്യത്യാസമാണ് ഇവിടുത്തെ കാട്ടും. അപ്പോൾ കുറേ നമ്മൾ ന്യൂസിലൊക്കെ ട്രാജഡീസിനെ കുറിച്ച് കേൾക്കാറുണ്ട്. ഐ ഹവ് നോട്ടീസ് കൂടുതലും നമ്മുടെ നാട്ടുകാരൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് തോന്നുന്നു. ബിക്കോസ് ഇവിടുത്തെ തിര ഭയങ്കര സ്ട്രോങ്ങാണ്. ഞാനൊന്നും ജനിച്ച ഇവിടുത്തെ ബീച്ചിൽ ഇറങ്ങില്ല. എനിക്ക് നല്ല പേടിയാട്ടോ. ഇറങ്ങരുത് എന്നല്ല പറയണേ, ബട്ട് ഓഫ് കോഴ്സ് നമ്മൾ കുറച്ചും കൂടെ സേഫ്റ്റി ആലോചിക്കണം, കുട്ടികളുടെ കാര്യം ആലോചിക്കണം. നമുക്കിങ്ങനെ ഓരോ കഥകൾ കേൾക്കുമ്പോഴേ ഭയങ്കരമായിട്ട് മനസ്സിന് വിഷമം വരും. ഹോളിഡേയ്സിനൊക്കെ ടൂറിസ്റ്റ് വന്ന് ബീച്ചിലൊക്കെ ഇറങ്ങി വേവ്സിലൊക്കെ പെട്ട്, ബിക്കോസ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും നോക്കാതെ. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. എന്തൊരു ഭംഗിയാണ്. അതിന് മുകളിലാണ് കേട്ടോ ബ്ലോ ഹോൾ. അവിടെ വേറൊരെണ്ണം കൂടി ഉണ്ട്. ആ വെള്ളത്തിൻ്റെ ഇത് കാണാനാണ് ആൾക്കാരൊക്കെ അവിടെ നിൽക്കണേ. ബട്ട് ഇങ്ങനത്തെ ഒരു വേറെ ലുക്ക് ഔട്ട് പോയിന്റ് പോലെ കേട്ടോ. യു ക്യാൻ സീ മുഴുവനും അവരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അമ്മടൊക്കെ ഉണ്ട്. എല്ലാവരും ഇവിടെ വന്നിട്ട് കാണുക. കുറേ പേര് ആ മലയുടെ മുകളിലൊക്കെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. ധൈര്യം എനിക്ക് വളരെ അധികം ആയതുകൊണ്ട് പരിപാടിക്കൊന്നും പോവില്ല. ഐ ജസ്റ്റ് തിങ്ക് കുറച്ച് സേഫ്റ്റിയുടെ കാര്യം നോക്കി. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അധികം അഡ്വെഞ്ചറസ് സ്പോർട്സ് കളിക്കുന്ന ആളല്ല ഞാൻ. ബട്ട് ഇവിടെ നിന്നാൽ എന്തൊരു ഭംഗിയറിയോ. ആ ഹോൾ കോസ്റ്റൽ ടൗൺ കാണാം. ദൂരെ ഹോൾ കോസ്റ്റൽ ടൗൺ എന്തൊരു ഭംഗിയറിയോ. വെരി നൈസ്. നല്ല വെതറും ഫുൾ ഡേ. സിംഹക്കനെ അലർന്ന ശബ്ദമില്ലേ ആ വെള്ളം അങ്ങനെ പോകുമ്പോൾ. വെള്ളമൊക്കെ കയറുന്നുണ്ട് കേട്ടോ. പക്ഷെ അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, റിസ്ക് വാർണിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല കാറ്റുള്ള സ്ഥലമല്ലേ. ഒന്ന് വീണാൽ നമുക്ക് ആ പാറയിൽ പറ്റിയാൽ തന്നെ നല്ലോണം പരിക്കേറ്റേ. അതെ, അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കാട്ടോ. അല്ല കയറുന്നവരൊന്നും ശരിയല്ല എന്നല്ല പറയണം. സേഫ്റ്റി ഒന്ന് നോക്കുക വേണ്ടു. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളും പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ ഒന്ന് സൂക്ഷിക്കണം. ഒരു നല്ല കാര്യമായിരിക്കും. എന്താ പറ, ഇവിടുന്ന് ആൾക്കാർ ഫിഷ് ചെയ്യണമ്മ. ഇവിടെയൊക്കെ ഫിഷ് ചെയ്യണം. ഇഷ്ടംമാതിരി ടൂറിസ്റ്റൊക്കെ വന്നിട്ട് കേട്ടോ. നമ്മളിവിടുന്ന് വന്നേക്കാട്ടും ഇപ്പോൾ കണ്ട ഓരോ ഇവിടുന്ന് തെറിക്കണം വെള്ളത്തിന് കുറച്ചുകൂടെ ശക്തി കൂടിയിരിക്കുന്നു. പൊന്തി ആ ഒരു മലയുടെ മുകളിൽ വരത്തേക്കൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. സോ ടൈഡ് അനുസരിച്ചിട്ട് ഇങ്ങനെ വലുതായി വരുന്നുണ്ട് നമ്മൾ. സൈഡ് വെരി ബ്യൂട്ടിഫുൾ. കുറേ ഫോട്ടോസിന് പറ്റിയ ലൊക്കേഷൻ. വല്ല സിനിമക്കാരോ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് വിസിറ്റ് കയമ. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, വെരി പീസ്ഫുൾ. ഓക്കെ, നമ്മളിവിടെ കുറച്ച് നേരമായിട്ടോ കയമയിൽ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സീനിക്കായിട്ടുള്ള സ്പേസ് ആയതുകൊണ്ട് കുറേ നേരം ഇവിടെയൊക്കെ വർത്താനം പറഞ്ഞ് കാഴ്ചയും കണ്ട് ഫോട്ടോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങുകയാണ്. ആക്ച്വലി നന്നായി വിശക്കുന്നുണ്ട്. രാവിലെ ഞാൻ വളരെ ലൈറ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയത്. ഞാൻ ഈ കാഴ്ചയൊക്കെ കാണിച്ചു കേട്ടോ. ക്യാമറ ഇങ്ങോട്ട് പിടിച്ചിട്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കണേ. സോ ബ്യൂട്ടിഫുൾ. ഇതൊക്കെ എവിടെ നോക്കിയാലും നല്ല ലൊക്കേഷൻസ്. അപ്പോൾ വിശക്കണു. ഇനി എന്തെങ്കിലും ഒന്ന് പോയി കഴിക്കാം. ഇവിടെ പാർക്കിംഗ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പാർക്കിംഗ് ഇസ് എ ഹ്യൂജ് ഇഷ്യൂ. അപ്പോൾ നമ്മൾ കിട്ടിയ പാർക്കിംഗ് കളയണ്ട വിചാരിച്ചിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു കഫേയിലേക്ക് നടക്കുകയാണ് കേട്ടോ. ബോട്ടിൽ മാത്രം എടുത്തിട്ടുണ്ട്. ബാക്കി പ്രാമും സാധനങ്ങളൊക്കെ വണ്ടിയിൽ തന്നെ വെച്ചു. ഡിക്കിയിൽ കയറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ദാറ്റ് വേ ദിസ് കോസ്റ്റൽ ടൗൺ ഒന്ന് എൻജോയ് ചെയ്ത് നടക്കുകയും ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനെ ടൂറിസ്റ്റിനൊക്കെ വന്ന് താമസിക്കാനുള്ള ഹോളിഡേ ഹോംസൊക്കെ കണ്ട് നടക്കുകയാണ് കേട്ടോ. അവിടെ നിന്നൊരു 3 minute വാക്കുള്ളൂ എന്നാണ് കണ്ടേ, ദ ക്ലോസസ്റ്റ് വൺ. സോ ഇറ്റ് ഈസ് വാക്കിംഗ് ദെയർ. വെരി ബ്യൂട്ടിഫുൾ കേട്ടോ. അങ്ങനത്തെ കുഞ്ഞ് ഹോളിഡേ ഹോംസാണ്. സർവീസ്ഡ് അപ്പാർട്ട്മെൻറ്റ്സും അങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളായിരിക്കും. പക്ഷെ അവിടെ നിന്ന് നോക്കും നേരെ രാത്രിയൊക്കെ ഭംഗി. വ്യൂസ് ദ ബീച്ച്, ഒരു നല്ല വണ്ടികൾ, അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങൾ കണ്ട് എൻജോയ് ചെയ്തിട്ട് നടക്കാം.
ഇതൊക്കെ ക്യൂട്ടിലൊക്കെ കോസ്റ്റൽ ടൗൺസിൽ പോകുമ്പോൾ ഇങ്ങനത്തെ കാണുന്ന സ്ഥലമായിട്ട് അതൊക്കെ ഇവിടുത്തെ ഓസ്ട്രേലിയ പോസ്റ്റാണ് കേട്ടോ. ഈ കാണുന്നുണ്ടോ ഓസ്ട്രേലിയ പോസ്റ്റാണ്. വെരി ക്യൂട്ട്. ഇവിടെ ഈ റൗണ്ട് അബൌട്ടും കൂടെ ക്രോസ് ചെയ്താൽ അവിടെ ഇഷ്ടമാതിരി കാഫേസ് ഉണ്ട് കേട്ടോ. ഈ വൈൽഡ് പാച്ചിലാണ് നമ്മൾ കയറുന്നത് കേട്ടോ. ഓക്കെ, ഇത് ക്യൂട്ട് സ്ഥലത്താണ് കേട്ടോ നമ്മളിരിക്കണേ. വൈൽഡ് പാച്ച് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നല്ല കിടണം ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇട്ട് വരാൻ കത്തുക്കാം. താങ്ക് യു. Show me how you drink it. Sorry. Yeah. Show me. സ്ട്രോബെറി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു പാസ്റ്റ ആയിട്ട് ഓർഡർ ചെയ്തത്. അമ്മ ഒരു സദേൺ ഫ്രൈഡ് ചിക്കൻ ബർഗർ, സുനിൽ ഒരു ഫിഷ് ആൻഡ് ചിപ്സ്, പിന്നെ കുട്ടികൾ ചിക്കൻ ബൈറ്റ്സ് ആൻഡ് ഫ്രൈസ് ഒക്കെ ആട്ടോ കഴിച്ചത്. പിന്നെ ഡ്രിങ്ക്സും ഒക്കെ കഴിച്ചു. കുറച്ച് ടൈം എടുത്തു ആക്ച്വലി ഫുഡ് കിട്ടാണ്ടോ. അത്രയും ടൂറിസ്റ്റ് ഒക്കെ വന്ന് കഴിക്കണ്ടായിരുന്നു. ബട്ട് നമ്മളിത് അവിടുന്ന് യാത്ര വീണ്ടും തുടങ്ങി. ഓൺ ദ വേ നമ്മൾ കുറേ ബീച്ചുകളും കാര്യങ്ങളൊക്കെ കണ്ടു. ബട്ട് മെയിൻ ഒരു അട്രാക്ഷൻ, അതായത് അമ്മ കാണണമെന്ന് ഭയങ്കര മോഹിച്ച വീണ്ടും തിരിച്ചു വന്ന ഒരു സ്ഥലമാണിത്. ദ നാന്റിയൻ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഇൻ വോളങ്കോങ്. ഇതൊരു കാണേണ്ട ഒരു കാഴ്ചയാണ്. നിങ്ങൾ ആരെങ്കിലും വോളങ്കോങ് ഒക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്, ഇവൻ സിഡ്നി വിസിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കം ആൻഡ് വിസിറ്റോ. ഇത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. സിഡ്നിയിൽ 10-30 കൊല്ലമായിട്ടുള്ള ഒരു ടെമ്പിളാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ ഒരു ഓറ ഫീൽ ചെയ്യും. ഓക്കെ ഗൈസ്, വി ആർ അറ്റ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡിവൈൻ ആയിട്ടുള്ളൊരു സ്ഥലം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. വന്നിട്ട് കുറേ കൊല്ലമായി. അമ്മ പണ്ട് വന്നപ്പോഴും ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബാക്ക് ഹിയർ ദിസ് ഈസ് ദ ബുദ്ധിസ്റ്റ് ടെമ്പിൾ കോൾഡ് നാന്റിയൻ. ഇവിടെ വളരെ പോപ്പുലറാണ്. വോളങ്കോങ് ഭാഗത്താണ് ഈ അമ്പലം. ഇറ്റ്സ് എ ബുദ്ധിസ്റ്റ് ടെമ്പിൾ. ഹ്യൂജ് ഒരു പ്രോപ്പർട്ടിയാണ്. കുറേ നടന്ന് കാണാണ്ട്. സാഷുമ ഉറങ്ങി. സോ വി ജസ്റ്റ് ഗോയിങ് ടു സ്റ്റാർട്ട് വാക്കിംഗ് നൗ. ഇതുണ്ടോ, മാസമാണ് കേട്ടോ. അവിടെ നിന്ന് തൊട്ട് കണ്ണെത്തില്ല, അത്രയ്ക്ക് വലിയ സ്ഥലമാണ്. ക്യൂട്ടായിട്ടുള്ള ബുദ്ധാസ് ഉണ്ട് കേട്ടോ, സ്റ്റാച്യൂസ് ഇവിടെ കാണാൻ. ഇവിടെ ഒരുപാടുണ്ട്. ഏതൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ അറിയില്ല. അത്രയും കാണാം. നമ്മളെ കൊണ്ട് ഫിസിക്കലി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കയറാം. കുറേ കയറ്റങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നോക്കൂ, ഇതൊക്കെ മാറാണ്. എന്താ ലൊക്കേഷനിൽ സോ ബ്യൂട്ടിഫുൾ. നമ്മൾ വന്ന ടൈമും നല്ല അടിപൊളി. ബിക്കോസ് ദ വെദർ ഇസ് ക്വൈറ്റ് നൈസ്. നടക്കാനും നല്ല സുഖമുണ്ട്. സാഷുമ കടന്ന് സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്തു. പിന്നെ ഈ മലകളും ചെടികളും ഈ കുറേ ബ്രിഡ്ജുകളും ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടോ. സിഡ്നി വിസിറ്റ് ചെയ്യണവർ കഴിയണതും കുറച്ചൊരു ഡ്രൈവേ ഉള്ളൂ സിഡ്നിയിൽ നിന്ന്. ഒരു 1.5-2 hours ഉള്ളിൽ സുഖമായിട്ട് ഇവിടെ എത്താവുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ. സോ നടന്ന് കാർ പാർക്കിൽ നിന്ന് ഇഷ്ടമാതിരി കാർ പാർക്കൊക്കെ ഉണ്ട്. നടന്ന് നമ്മളിതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് വെരി ഡിവൈൻ ഓൾസോ. നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഭയങ്കര ഒരു സെൻസ് ഓഫ് പീസ് ആൻഡ് കാം ആൻഡ് എന്താ പറയുക, ഒരു വല്ലാത്തൊരു മനസ്സിനൊരു സുഖമുള്ള ഒരു സ്ഥലം. അവിടെ നാന്റിയൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്നാൽ ദിസ് ഈസ് ദ മോസ്റ്റ് അമേസിങ്. ഇതിൻ്റെ ഒരു എൻട്രൻസ് മെയിൻ കയറി വരുന്ന വഴി കേട്ടോ. ഈ ശബരിമല കയറ്റം കയറിയിട്ടാണ് മുകളിലേക്ക് നമ്മൾ എത്തുക. എന്തൊരു ഭംഗിയാണ് അവിടെ. ലിഫ്റ്റ് ഉണ്ട് വിചാരിക്കണം. അപ്പോൾ സുനിൽ സാഷുവിൻ്റെ പ്രാമം കയറ്റിയിട്ട് ലിഫ്റ്റിൽ വരാൻ നോക്കുകയാണ്. നമ്മളെന്തായാലും കോണി കയറാൻ വിചാരിച്ചു കേട്ടോ. അതല്ല അതിൻ്റെ ഒരു അത്. അമ്മയൊക്കെ ഇതാ ചാടി പിടിച്ച് കയറുന്നുണ്ട്. അമ്മ ക്ഷീണമുണ്ടോ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. അവർ 30 years ആയതിൻ്റെ കുറച്ച് സെലിബ്രേഷൻ്റെ സംഭവങ്ങളിലൂടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 1995 എസ്റ്റാബ്ലിഷ് ചെയ്ത ടെമ്പിളാണ്. സോ ഇറ്റ്സ് ബിൻ 30 years. അതിൻ്റെ ചുറ്റും എന്തൊരു ഭംഗിയാണ് നോക്കൂ. നിറച്ച് മരങ്ങളും അങ്ങനത്തെ ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെയാണ് കേട്ടോ ആ മെയിൻ പ്രെയർ ഏരിയ, അല്ലെങ്കിൽ ആ മെയിൻ പഗോഡയില്ലേ, അതിതാണ്. ആ സ്ഥലം കൂടെ നമുക്ക് കാണിച്ചു തന്നിട്ട് ഉള്ളിലേക്ക് കാണിച്ചു തരാം കേട്ടോ. ഓ മൈ ഗോഡ്, സോ ലക്കി ഐ ഫീൽ. ഇതിൻ്റെ 3rd or 4th വിസിറ്റ് അവിടെ. ഫീൽ ലൈക്ക് സോ ബ്ലെസ്ഡ്. അവിടെ അകത്ത് നമുക്ക് വീഡിയോ ഫോട്ടോ ഒന്നും പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ. പക്ഷെ നമുക്ക് പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, കണ്ണിന്ന് വെള്ളം വരും. ഇറ്റ്സ് സോ ഡിവൈൻ ആൻഡ് ദാറ്റ് എയർ ഇറ്റ് സെൽഫ് എന്തൊരു പോസിറ്റിവിറ്റി അറിയും. വെരി ലക്കി. മെയിൻ അമ്പലം ആ ഷ്രൈൻ ഇവിടെയാണ് കേട്ടോ. ഏറ്റവും വലിയ പഗോഡ അവിടെയാണ്. ഇവിടുന്ന് നമുക്ക് ഫുൾ മല കാണാം. ഐ തിങ്ക് ദാറ്റ് ഇസ് മൗണ്ട് ക്ലിയർ ആട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇവിടെ കയറി വന്നാൽ ഇവിടുന്ന് സ്റ്റെപ്പുണ്ട്, അടിയിൽ നിന്ന് ലിഫ്റ്റും ഉണ്ട് കേട്ടോ. മുകളിൽ കയറി വന്നാലാണ് ഇതിൻ്റെ ഒരു കോട്ടയാട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം. ഈ കോട്ടയാട് എന്ന് പറഞ്ഞ സ്ഥലം ഇങ്ങനത്തെ ഒരു പരാന്ത പോലത്തെ ഇങ്ങനത്തെ ഒരു സംഭവം. ആൻഡ് ഇവിടെ നിന്നാണ് അപ്പുറത്ത് നമുക്ക് കൂടുതലും കാണാനൊക്കെ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം.
പഴയ ഒരു തറവാട്ടിലൊക്കെ വന്ന ഫീലിംഗ്, ഒരു നാലുകെട്ട് അല്ലെങ്കിൽ പഴയ ഒരു കൊട്ടാരം ഒക്കെ വിസിറ്റ് ചെയ്ത് അതുപോലത്തെ അങ്ങനത്തെ ഒരു വരാന്തയും കോട്ടയാടൊക്കെ ഇവിടെ. അഗൈൻ റാമ്പ് ആക്സസ് ഒക്കെ ഉണ്ട്, പക്ഷേ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വന്നാൽ ഇതും വലിയ എന്തോ വലിപ്പല്ലേ വലുത്. അടിപൊളി. നെറ്റ് സേസ് ഇവിടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഓസ്ട്രേലിയസ് മൾട്ടി കൾച്ചറൽ സ്പിരിറ്റിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ബിക്കോസ് അത് സമ്മതിക്കണം, ഇങ്ങനത്തെ ഒരു വെസ്റ്റേൺ കൺട്രിയിൽ വേർ ദിസ് ഈസ് നോട്ട് ദ പ്രൈമറി റിലിജൻ, ഇവിടെ ഇങ്ങനെ ഇത്രയും വലിയൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ടാക്കിയല്ലോ, അതും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനിലും. അതിന് എത്ര ആൾക്കാരാണ് വരണവരോ, ടൂറിസ്റ്റും പിന്നെ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവരും ഒക്കെ ആയിട്ട്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, സാനു ജനിച്ച പാട് നമ്മളിവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്ന് അമ്മയുണ്ടായിരുന്നു കൂടെ. അപ്പോൾ പ്രാമിലിട്ടിട്ട് സാനുവിനെ കൊണ്ടുവന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ന്യൂ ബോൺ ബേബി. ഇപ്പോൾ സാശുമണി കിടന്ന് ഉറങ്ങുകയാണ്. ആൻഡ് വി ആർ ഗോയിങ്. ഇങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്സൊക്കെ കയറി വന്നിട്ട് കേട്ടോ, ഇത്രയും സ്റ്റെപ്പ് വരാൻ നിൽക്കുക. അവിടെ നിന്ന് ലിഫ്റ്റ് ഉണ്ട് പ്രാമിലുള്ളവർക്കൊക്കെ വരാൻ. ഇവിടെ വന്നാലാണ് ആ 3 ബുദ്ധന്മാരുള്ള ഇവിടുത്തെ ഒരു മെയിൻ ഒരു ഷ്രൈൻ കാണാൻ പറ്റുക. അഗൈൻ ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എല്ലാം അവിടെ ഇല്ല കേട്ടോ. സോ I'm just gonna go in and pray. ഇവിടെ പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള ഓരോ സംഭവങ്ങളുണ്ട് കേട്ടോ. ഹൗ വാസ് ദ എക്സ്പീരിയൻസ് അനുമണി? ബുദ്ധന്മാരുണ്ട് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. വിഷ് ക്യാമറ എടുത്ത് കാണിക്കാൻ പറ്റിയിരുന്നു എന്നുണ്ടെങ്കിൽ. ഇവിടെ ഇങ്ങനെ ഇൻസെൻസ് ഒക്കെ ഇങ്ങനെ കത്തിച്ചിട്ട് വെച്ചിരിക്കണം. അതിൻ്റെ ഇടയിൽ മറ്റേ ബുദ്ധൻ്റെ സമാധാനപരമായ സ്ഥലത്ത് ചെറുത് മീറ്റിട്ടുണ്ട് വീരപ്പൻ. പിന്നെ ഈ പില്ലേഴ്സും ഒക്കെ കാണാനേ ഒരു പ്രത്യേക തരം തൂണ്, അതെന്താണ് അതിൻ്റെ മെറ്റീരിയൽ, വെരി ബ്യൂട്ടിഫുൾ. ഇനി പഗോഡാസൊക്കെ കാണാനുള്ള വേറെയും കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ വി കൻ ഗെറ്റ് ദ ലിഫ്റ്റ് ഫ്രം ഹിയർ. പണ്ട് ഇവിടെ വന്നപ്പോൾ ലിഫ്റ്റ് ഉണ്ടായിരുന്നു, പണ്ട് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കൊരു ഓർമ്മ കിട്ടില്ല, എനിക്ക് ലിഫ്റ്റ് കണ്ടൊരു ഓർമ്മ കിട്ടില്ല. ഐ തിങ്ക് നമ്മൾ വന്ന ദിവസവും ഭയങ്കര കറക്റ്റാട്ടോ. എന്ത് രസം ഇന്നത്തെ വെതർ ഇവിടെ. ആ ബാമ്പൂവും ഒക്കെ ആയിട്ടേ. ഇപ്പോൾ ഉച്ച നേരം കേട്ടോ, 3 മണി നേരമൊക്കെയാണ് ഉച്ചയ്ക്ക്. പക്ഷെ ഇവിടെ എന്തൊരു രസമാണ്. സോ ബ്യൂട്ടിഫുൾ വെതർ. ആഹാ, ഓ മൈ ഗോഡ് ഗൈസ്, ഐ വിഷ് എനിക്കിത് നേരെ തന്നെ ഇങ്ങനെ ക്യാമറയിൽ കാണിച്ചു തരാൻ പറ്റിയിരുന്നെങ്കിൽ. അത്രയ്ക്ക് ഭംഗിയുണ്ട് ഇന്നത്തെ ഒരു ദിവസം. എന്തോ ഒരു പ്രത്യേകത എൻ്റെ എയർ. ആൻഡ് വി സീയിങ് ഓൾ ഇങ്ങനെ കുറേ ബുദ്ധന്മാരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ സൈഡിലൊക്കെ. ഞാൻ ഈ മരങ്ങളും ഇന്നത്തെ വെതറും ഒക്കെ ആയിട്ട് വെരി സ്പെഷ്യൽ ഡേ ഐ ഫീൽ. ഇവിടെ ഇങ്ങനെ റോക്സ് ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഓരോ ഫോർമേഷൻസ് പോലെ ആക്കാനുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. 1 on top of the other. സാനു ഒക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കാം. ചെറുതവിടെ പറക്കണം എന്ന് പറയുന്നുണ്ട്. അത് ഇറങ്ങാതിരിക്കുകയാണ് കല്ലിന് നല്ലത്. ഞാനിങ്ങനെ ഈ പച്ച കണ്ടാലും മറ്റേ ചായത്തോട്ടം പോലെ ഉണ്ട്, പച്ച ഇതിൻ്റെ ഇടയിൽ കൂടെ. ഞാൻ ഏതാ ഈ ഇല ഏതാന്ന് മനസ്സിലാവില്ല, ഒരേ പച്ച. ഞാനിങ്ങനെ ബ്ലെൻഡിനായിരിക്കണം എൻ്റെ ഉള്ളിൽ. ഇവിടെ ഒരു നല്ല ബുദ്ധൻ്റെ പ്രതിമയൊക്കെ വെച്ചിക്കണോ, കരവിടൊക്കെ തൊഴുതിട്ടാണ് പോണേ. അവിടെ അങ്ങനെ ഫ്രൂട്ട്സ് വെച്ചിരിക്കുന്നത് എനിക്ക് അറിയില്ല, വഴിപാട് പോലെ വെച്ചനാണോ എനിക്ക് അറിയില്ല കേട്ടോ. ഇതിങ്ങനെ കിടക്കുകയാണേ. ഓക്കെ, നമ്മളിവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ കൂടെ ഒന്നുകൂടെ നടക്കുകയാണ് കേട്ടോ. ഇതൊരു വളരെ ഫേമസ് സ്പോട്ടാട്ടോ. അവിടെ കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ ഈ ഒരു മെയിൻ പഗോഡയുടെ മുന്നിൽ ഫോട്ടോ ഒക്കെ എടുക്കാം. തൽക്കാലം ഉള്ളിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാം. ഷോ അതിന് 5 സെക്കൻഡിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അത് അങ്ങടെ കൂട്, മൈ ഗോഡ്. അത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് റിസ്ക് ഫ്രീ എൻവയറൺമെൻറ്റിൽ സർവൈവ് ചെയ്യാമല്ലോ. അത് ഉണരുമ്പോഴാണ് ഫുൾ നമ്മളൊക്കെ പേടിച്ച് ഓൺ അലേർട്ട് മാതിരി നടക്കണ്ടേ. ഒരു കൈ കണക്കില്ല അതിന്, ഒരു പേടിയുമില്ല അതിന്. പേടിയാവണോ അതിങ്ങനെ ഓടണം കാണുമ്പോൾ. ഇതിൻ്റെ ഏറ്റവും മേളിലേക്ക് നമുക്ക് കയറി പോവാട്ടോ. അവിടെ അങ്ങനെ ഒരു ഗോങ്ങൊക്കെ ഉണ്ട് നമുക്ക് അടിക്കാൻ പറ്റണേ. ഒരു ബുദ്ധിസ്റ്റ് ഗോങ്ങില്ലേ, വെരി പീസ്ഫുൾ. അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ കേൾക്കാണ്ട് ആൾക്കാരൊക്കെ അങ്ങനെ കയറി പോയിട്ടുണ്ട്. നമ്മൾ ഈ പ്രാമും പിന്നെ അമ്മയ്ക്കൊക്കെ വെച്ചിട്ട് ട്രാവൽ നടക്കുന്ന അത്രയും കയറ്റം പോകാനേ കുറച്ച് മെനക്കെടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് പോവാത്ത. 2 എണ്ണം കൂടെ നടക്കുന്നുണ്ട് ഇങ്ങനെ. ചെറുതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ടാക്ടിക്സാണ്. സാനു വരെ കൈ പിടിച്ചിട്ട് നടക്കണം. അന്ന് അവൾ പിടിച്ചാൽ അന്ന് എനിക്കും പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അത് പിടിച്ചോളൂ. എന്നാൽ കുറച്ചെങ്കിലും അതിനൊരു
ഒരു കയ്യെത്തും ദൂരത്താണ് കടാവ് വിചാരിക്കാം. ഓക്കെ, അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഗൈസ് നമ്മൾ ഇറങ്ങി താത്തിക്ക് വന്നിരിക്കണേ. ഈ സൈഡിലേക്കും ഉണ്ട് ഇതിൻ്റെ കുറേ പറമ്പും ഗാർഡൻസൊക്കെ കേട്ടോ. ലൈക്ക് വെരി ബ്യൂട്ടിഫുൾ വാച്ച് സീൻ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നിക്കുക. ഇത് എന്താ സംഭവം എനിക്ക് അറിയില്ല. ഇറ്റ് ലുക്സ് ലൈക്ക് താമരക്കുളം, ഉറപ്പില്ല. ഇറ്റ് കുഡ് ബി കേട്ടോ, പോയി നോക്കി നോക്കാം. അമ്മ പറയുന്നു ബുദ്ധൻ്റെ കയ്യിൽ താമര ഉണ്ട്, അപ്പോൾ ഇത് താമരക്കുളമായിരിക്കും. ഞാൻ തിങ്കിങ് ശരിയായിരിക്കും, പറഞ്ഞ സംഭവം ശരിയായിരിക്കും. അവിടെ ഒരു താമര കാണാനുണ്ട്, കണ്ടോ? ലോട്ടസ് അല്ലേ? സോ ബ്യൂട്ടി. യാ 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 നമ്മൾ ഇറങ്ങാണ് ഗൈസ്. ഇവിടുന്ന് പോകാൻ തോന്നണില്ല. ബട്ട് ഇറ്റ്സ് വെരി പീസ്ഫുൾ, കാമിങ്, ബ്യൂട്ടിഫുൾ പ്ലേസ്. ബട്ട് ഇറങ്ങണം, ബിക്കോസ് നമുക്കിനിയും കുറച്ച് ഡ്രൈവൊക്കെ കാണിക്കാണ്ട്. അമ്മയ്ക്ക് കുറച്ചും കൂടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചാൽ അത്രയും നമുക്ക് കവർ ചെയ്യാമല്ലോ ഒന്ന്. സോ വി ലീവിങ്. ഫൈൻ ആൻറ്റിയൻ, പ്ലീസ് ഒന്ന് കാണൂ കേട്ടോ. ഇവിടുത്തെ ഉണങ്ങിക്കിടക്കണ മരങ്ങൾക്ക് വരൊരു ഭംഗി. വിൻ്റർ ആയിട്ടില്ല, ജൂണിലാണ് വിൻ്റർ. ഇതിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഏപ്രിലാണ്. ബട്ട് സ്റ്റിൽ യു ക്യാൻ സീ ആ ഓട്ടമിൻ്റെ ആ ഒരു എഫക്റ്റ് വേർ ചെടികൾ ആർ സ്റ്റാർട്ടിങ് ടു വാടൽ. അതിനും ഒരു ഭംഗി. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മൾ ഇവിടുത്തെ ആക്ച്വൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ലൈറ്റ് ഹൗസും കൂടെ കാണാൻ വന്നിക്കാട്ടോ. വോളങ്ങോങ്ങിലെ ഈ ലൈറ്റ് ഹൗസ് ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ഇതാ അവിടെ കാണുന്നത് വോളങ്ങോങ് ബീച്ചാണ്. അപ്പുറത്തും ഉണ്ട് ബീച്ച്. വലിയ തണുപ്പായിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് സന്ധ്യയ്ക്ക് ഒരു 4 മണി ആയിട്ടേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ലുക്സ് വെരി ഡാർക്ക്. ബട്ട് ഇറ്റ്സ് നോട്ട് അത്രയ്ക്ക് തണുപ്പായിട്ടില്ല. അപ്പം അമ്മ ജാക്കറ്റൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. വെരി ബ്യൂട്ടിഫുൾ ബീച്ച് ടോ. എന്താടാ, എന്തിനാടാ കട ദൂരമുള്ളണേ? ഈ സാനുവിനെ കൊണ്ട് അമ്മ അവിടെ ഡീസൻ്റായിട്ട് ആ വഴി കൂടെ ഇറങ്ങുന്നുണ്ട്. ഇതിവിടെ വെറുതെ ഉള്ളൂ. അവിടെ ആൾക്കാർ സർഫ് ചെയ്യണ കാണാണ്ട് കേട്ടോ. സോ ബ്യൂട്ടിഫുൾ ഹിയർ. സ്കൈ എന്തൊരു ഭംഗിയാണ്, ഒരു പ്രത്യേകത. എസ്പെഷ്യലി ഇങ്ങനത്തെ കോസ്റ്റൽ ടൗൺസ് ഒക്കെ ഓസ്ട്രേലിയയുടെ സോ ബ്യൂട്ടിഫുൾ. ഏതൊരു സ്റ്റേറ്റിൽ പോയാലും നല്ല ഭംഗിയാണ് കേട്ടോ. വോളങ്ങോങ് സ്വതവേ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ദ ബീച്ചസ് ഓൾസോ ക്വൈറ്റ് നൈസ്. അമ്മ ഇനിയിപ്പോൾ ഒരു ബീച്ചിൽ കുളിച്ചില്ല എന്ന് അവിടെ വേണമെങ്കിൽ ഇറങ്ങിയോളി. നോക്കാം, അവിടുന്ന് ഇവിടെ നിന്ന് നോക്കിയൊക്കെ എന്തൊരു ഭംഗിയാണ്. സൺസെറ്റ് അവിടെ ഉണ്ടായിരിക്കണു. ഇങ്ങനെ ഇവരൊക്കെ ഇറങ്ങിയതാ താഴെ എത്തിയിട്ടോ. നമുക്ക് ഇങ്ങനെ ഇറങ്ങി പോവാം ടു ദ ബീച്ച്. വെരി ബ്യൂട്ടിഫുൾ. ഈ ഒരു വെതറിൽ ബീച്ചിലേക്ക് വന്നിട്ട് കുറച്ച് നാളായി ആക്ച്വലി. യൂഷ്വലി ഇറ്റ്സ് ലൈക്ക് സണ്ണി ഓർ സംതിങ് റൈറ്റ്. നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ ഇറങ്ങി വന്നേ. ഇത് കാണാം, നല്ല ബീച്ചും ആൾക്കാർ സർഫ് ചെയ്യണു, സ്വിം ചെയ്യണു. ദ പ്രോപ്പർ ഓസ്ട്രേലിയൻ ഒരു ലൈഫ് സ്റ്റൈൽ ഇവിടെ വന്ന് കാണാം. എത്ര വേണമെങ്കിലും ബീച്ചിൽ ഇങ്ങനെ വന്നത് കാണാമല്ലേ. വെതർ നല്ലതാ വെച്ചാൽ എസ്പെഷ്യലി സൺസെറ്റ് ടൈം ഇസ് മൈ ഫേവറേറ്റ് ടൈം ടു കം. സോ ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ. ആ തിരമാല കാണാനും ശബ്ദവും. ഇവിടെയൊക്കെ നോക്കുക, ആൾക്കാർ രസമായിട്ട് സർഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഓസ്ട്രേലിയൻ കൾച്ചറിൻ്റെ ഒരു വലിയ ഭാഗമാണ് ഈ സർഫിങ്. പീപ്പിൾ ലവ് സർഫിങ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബീച്ച് സൈഡിലൊക്കെ കുറേ പേര് പ്രിഫർ ചെയ്യുന്നുണ്ട് താമസിക്കാനും ഒക്കെ. എൻ്റെ ഓഫീസിൽ തന്നെ കുറേ പേരുണ്ട് ഹൂ കം സർഫിങ് ഒക്കെ കഴിഞ്ഞ് രാവിലെ സർഫൊക്കെ അടിച്ചിട്ട് അവർ ഓഫീസിൽ തന്നെ വരും. ചെറുപ്പനവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. സാനുമണിയുടെ സാനു ആൻഡ് സാഷു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ബിഫോർ വി ലീവ് ദ ബീച്ച്. യു ലൈക്ക് ദ ബീച്ച്? ആൾക്കാരുടെ മുട്ടുള്ള വെള്ളത്തിൽ ഇറക്കാൻ നമ്മൾ സ്പെയർ ക്ലോത്ത്സ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദ വാട്ടർ. കുറച്ച് നേരം ഇവിടേക്ക് ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് ലെറ്റ്സ് ലീവ്. വെരി ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, ബീച്ചിൽ നിന്ന് നമ്മളിതാ ഇങ്ങനെ കയറി വന്നു കേട്ടോ. ചെറുത് ഐസ്ക്രീം എന്ന് പറയുന്നുണ്ട് തണുപ്പത്ത്. ഈ ലൈറ്റ് ഹൗസും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് ഇറങ്ങാം അവിടുന്ന്. കുറേ മൂവീസൊക്കെ ഇതിൻ്റെ ഒരു ലൊക്കേഷനിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് എ വെരി പോപ്പുലർ വൺ. ഇപ്പോൾ കറക്റ്റ് സ്കൈൻ്റെ കൂടെ നോക്കൂ, ഇതൊരു ഭംഗിയാണ്. ആ ഒരു നാച്ചുറൽ ഒരു സംഭവം എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കുറേ പ്രാവശ്യം കേട്ടോ. അവിടെ ഓസ്ട്രേലിയ ന്യൂസിലൻഡൊക്കെ നാച്ചുറൽ ബ്യൂട്ടിയുടെ കുറേ കാര്യത്തിൽ, അല്ലാണ്ട് സ്കൈ സ്ക്രേപ്പേഴ്സും ബിൽഡിങ്സ് സ്ട്രക്ചേഴ്സ് മാൻ മെയ്ഡ് സ്ട്രക്ചേഴ്സിന് കാട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അങ്ങനത്തെ സീനറി, ബീച്ചസ്, ഗാർഡൻസ്, ട്രീസ്, അങ്ങനത്തെയൊക്കെ സ്ഥലങ്ങൾക്കാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം തോന്നിയിട്ടുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ദ ലൈഫ് സ്റ്റൈൽ. നമ്മൾ ഇവിടെ സ്റ്റാൻവെൽ ടോപ്സ് വഴി കൂടെ വന്ന് ബോൾഡ് ഹിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലുക്ക് ഔട്ട് പോയിന്റിലായിട്ട് അവിടെ നോക്കൂ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. പക്ഷെ തണുത്ത് തുടങ്ങി. അപ്പോൾ ഭാഗ്യത്തിന് ഇവിടെ ഒരു ട്രക്ക് ഉണ്ട്, വി കൻ ഗെറ്റ് കോഫി ഐസ്ക്രീം ഒക്കെ. അപ്പോൾ അത് കുറച്ച് എടുക്കാമെന്ന് വെച്ചിട്ട് വരിക.
ഓ ഗൈസ്, ഇതിൻ്റെ ഭംഗി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. എത്ര കണ്ടാലും നമുക്ക് മര്യാദയില്ല. The sea, the peace, it's just something else. So pretty ഇവിടെ. കോഫി ഇല്ലാത്ര ട്രക്കിൽ സുള്ളും പാനും പശുവൊക്കെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പം ഞാനും അമ്മയും അങ്ങോട്ട് കയറാണ്. കുറച്ച് കോഫി കുടിക്കാൻ തോന്നുന്നു. കുറച്ച് ഇളം കാറ്റൊക്കെ അടിച്ചു തുടങ്ങി. പക്ഷേ ഈ വ്യൂ നല്ല കിടില. അപ്പം എന്തെങ്കിലും ചൂട് കുടിച്ചാൽ നമുക്ക് കണ്ടുപിടി ഇരിക്കേ. കോഫിയും മാക്കിയാട്ടോ ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഈ ബ്യൂട്ടിഫുൾ ഒരു വ്യൂ എൻജോയ് ചെയ്ത് നടക്കുക കേട്ടോ. സണ്ണിങ്ങനെ സെറ്റ് ആവണു. ഡേ ലൈറ്റ് സേവിങ്സിൻ്റെ അതുള്ളത് കൊണ്ട് ഇപ്പോൾ നേരത്തെ തന്നെ സണ്ണൊക്കെ സെറ്റ് ആവണ മാതിരി തോന്നുന്നു. എൻ്റെ ഇവിടെ ബൈക്കീസ് ഉണ്ട് കേട്ടോ. യൂണിവേഴ്സിറ്റി ഓഫ് വോളങ്കോങ്ങിൽ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സിനൊക്കെ കണ്ടു കേട്ടോ. അവരോടൊക്കെ സംസാരിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സ്റ്റുഡൻസാണ് ഇവിടെ പഠിക്കാനൊക്കെ കുറേ പേര് വരുന്നതാണ്. ഇതിൻ്റെ ശബ്ദത്തിൽ കേൾക്കാണ്ടോ അറിയില്ല. ഞാൻ ഏതായാലും കാഴ്ചകൾ കാണിച്ചു തരാം. ഇവരുടെ ശബ്ദമാണ് കേട്ടോ ഇത് കേൾക്കണേ. ബട്ടി കുഞ്ഞപ്പൻ എന്തിനാണ് കരയണേ? ഓക്കെ, കരച്ചിലെന്തായിരുന്നു വെച്ചാൽ അവൾക്ക് കപ്പിലാണ് ഐസ്ക്രീം വാങ്ങിയത്. അവൾ കോണിൽ വാങ്ങി. അപ്പോൾ അവൾക്കും കോണ് വേണം. അതിൻ്റെ കരച്ചിലായിരുന്നു. അപ്പോൾ ഒരു കോണ് മാത്രം വാങ്ങിയിട്ട് വാങ്ങിയ ഐസ്ക്രീം കഴിക്കുക. ശരി, കണ്ടു മോളെ. ശരി. അമ്മ അവിടെ ഏകാന്തതയിലേക്ക് ബന്ധം വിട്ട് നിൽക്കുന്നുണ്ട്. വല്ലാത്തൊരു ഭംഗിയാട്ടോ. ഓക്കെ, ഏകാന്തത നശിപ്പിക്കാനുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ശരിക്കും ഏകാന്തത കിട്ടും. സോ ബ്യൂട്ടിഫുൾ. ഓ, ഭംഗി കണ്ടൊരു ലക്കും ലഗാനില്ലാണ്ട് അമ്മ അങ്ങോട്ട് പോവാട്ടോ. ഞാനൊരു സെക്യൂരിറ്റി ആയിട്ട് പിറകെ കൂടെ പോണു മാത്രം. ഓടുന്നു, ദേ പോണു. നല്ല ഭംഗിയാണ് ഇവിടെ. ഓ മൈ ഗോഡ്, ഇത് ക്യാമറയിൽ കിട്ടണില്ല എന്ന് ഐ എം ഷുവർ കേട്ടോ. കാരണം അത്രയ്ക്ക് ഭംഗിയാണ്. ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ നമുക്ക് ക്യാമറയിൽ വരുമ്പോൾ കിട്ടില്ല. അമ്മ സൂക്ഷിക്കോട്ടോ, ഭംഗി കൂടിയിട്ട് ലക്കിലക്കാനില്ലാതെ പോണത്. അവിടെ ഒരാള് ചെറിയ ബോട്ടിൽ ഇങ്ങനെ പോണുണ്ട് കേട്ടോ. എന്ത് ഭംഗിയായിരിക്കും അല്ലേ? ഇതെനിക്ക് തോന്നുന്നു ക്യാമറയിൽ കിട്ടില്ല എന്ന് ഈ ഭംഗി അല്ലേ? ഇതിനെ നേരിട്ട് കാണുമ്പോഴെന്നെ അറിയുള്ളൂ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഇവിടെ റെയിൻബോ ഒക്കെ കാണാണ്ട് കേട്ടോ. എൻ്റെ ഇടയിൽ ആ സൺസെറ്റിൻ്റെ ഇടയിൽ റെയിൻബോ കണ്ടോ അമ്മ? 5-6 സൂര്യനുണ്ട് തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ ഓരോ സൺസെറ്റുകൾ. വെരി ബ്യൂട്ടിഫുൾ. നമുക്ക് അവിടെ നേരെ ബീച്ച് കാണാം കേട്ടോ. നമ്മൾ കയറി വന്ന ആ വഴികളൊക്കെയാണിത്. ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കണേ. ഇഷ്ടപ്പെട്ടോ? എത്തി ഗൈസ്. നീണ്ട യാത്രയൊക്കെ കഴിഞ്ഞെത്തി. അമ്മയ്ക്ക് ക്ഷീണമായോ? അമ്മയ്ക്ക് ക്ഷീണമൊന്നുമില്ല കേട്ടോ. എനിക്ക് ക്ഷീണം ഉണ്ടാവുന്ന സമയത്തും കൂടെ അമ്മയ്ക്ക് ക്ഷീണമൊന്നുമില്ല. അമ്മ ഫുൾ ഉഷാറിലാണ് ട്രാവൽ ചെയ്യണേ. ബട്ട് വലിയ ബിഗ് ട്രിപ്സൊക്കെ നമ്മൾ കുറേ അടിച്ചു. ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക്? വോളങ്കോങ് ഇഷ്ടമായോ? ഏതാ ഏറ്റവും ഇഷ്ടമായത്? എല്ലാം ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു ആ ലാസ്റ്റിലെ ബോൾഡ് ഹില്ലാണ് ഏറ്റവും ഇഷ്ടമായത് അല്ലേ? അതായിരുന്നു എൻ്റെ മുന്നത്തെ ഒരു ഫേവറേറ്റ്. ഓഫ് കോഴ്സ് ലാൻറ്റൻ ടെമ്പിൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആൻഡ് ദ ഡ്രൈവ് ഇറ്റ് സെൽഫ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വോളങ്കോങ് കാണിച്ചു തരാനും കൂടെ പറ്റി നിങ്ങൾക്ക്. സോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ കണ്ട് എല്ലാവരും പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കോമെൻറ്റ് ആൻഡ് കീപ് സപ്പോർട്ടിങ് ആസ് ഓൾവേസ്. ഇനിയുള്ള വീഡിയോ എന്തായിരിക്കും എന്ന് ഏകദേശം എനിക്കൊരു മൈൻഡിൽ ഐഡിയ ഉണ്ട്. ബിക്കോസ് അമ്മ ഇപ്പോൾ റിട്ടേൺ അടിക്കാറായി സാഡ്ലി. സോ അതിനെക്കുറിച്ചുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ടാവും. ബട്ട് യാ, ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഒന്ന് നമ്മുടെ ഫ്രഷ് ആവട്ടെ. രാത്രിയായി. നീയും ലൈറ്റ് ഡിന്നർ വിശക്കണില്ല. ആൻഡ് ദെൻ വി ഗോണ ഗെറ്റ് ടു ബെഡ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് until we see you in the next video. This is bye from Shruti and bye from മലയാളി. മൂത്ത വീരപ്പൻ മേളുന്നു ഓടിയിട്ട്. See you guys. Bye.